Hi students, welcome to the lecture. Today we will be dealing with plan and non-plan expenditure. So without much delay, let's move on to the topic. Plan and non-plan expenditure of Indian government. We know that since 1st April 1951, India has adopted the path of planning 5-year plans to achieve its rapid economic development. അതായത് 1951 കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് ഏപ്രിലൊക്കെ ആ സമയത്ത് എന്താ സംഭവിച്ചത്, ഇന്ത്യയിൽ 5-year പ്ലാൻസ് അഡോപ്റ്റ് ചെയ്തു. ഇറ്റ്സ് ഫോർ റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഇക്കോണമിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് നമ്മൾ പ്ലാൻസ് അല്ലെങ്കിൽ 5-year പ്ലാൻസ് ലോഞ്ച് ചെയ്തിരുന്നു. സോ ഫാർ 10 5-year പ്ലാൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ളത് 11th 5-year പ്ലാനാണ്. ഇറ്റ്സ് 2007 to 2012 ആണ്. ഓക്കെ, 5-year പ്ലാൻസ് ഇപ്പോൾ നമ്മളില്ല. നമ്മളിപ്പം 5-year പ്ലാൻസിന് പകരം നീതി ആയോഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ചേഞ്ച് വന്നിട്ടുണ്ട്. 2007 2012 വരെ 11th 5-year പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. In the light of these plans, government expenditure classified into plan expenditure and non-plan expenditure on the basis of whether or not it arises due to the plan proposals. സോ ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ 5-year പ്ലാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചേഴ്സിനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നും പറഞ്ഞ് തിരിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണോ ഈ പ്ലാനിൻ്റെ കീഴിൽ വരുന്ന എക്സ്പെൻഡിച്ചർ, 5-year പ്ലാൻസിൻ്റെ കീഴിൽ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അവരെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നും അതല്ലാത്തതിനെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുമാണ് പറയുന്നത്. Plan expenditure: any expenditure that is incurred on the programs which are detailed under the current 5-year plan of the center or center's advances to the state for the plan is called the plan expenditure. അതായത് 5-year പ്ലാൻസിനെ ബേസ് ചെയ്തിട്ട് 5-year പ്ലാൻസിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇത് സെൻറ്റർ ഓർ സെൻറ്റേഴ്സ് അഡ്വാൻസസ് ടു ദ സ്റ്റേറ്റ് ഓഫ് ദ പ്ലാൻസ് ഇസ് കോൾഡ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. കറൻറ്റ് 5-year പ്ലാൻ അനുസരിച്ച് സെൻറ്ററിനോ അതല്ലെങ്കിൽ സെൻറ്റർ സ്റ്റേറ്റിനോ ഈ പ്ലാൻസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻസിനെയാണ് നമ്മൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചേഴ്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഇൻ ദ ബഡ്ജറ്റ് ഈസ് കോൾഡ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഈ എക്സ്പെൻഡിച്ചർ അതായത് 5-year പ്ലാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് നടത്തുന്ന എക്സ്പെൻഡിച്ചേഴ്സാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ എക്സ്പെൻഡിച്ചർ നമ്മുടെ ബഡ്ജറ്റിൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. Expressed alternatively, plan expenditure is that public expenditure which represents current development and investment outlays that arises due to the proposals of current plan. അതായത് മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് കറൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ്. ഇപ്പോൾ നടക്കുന്ന ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നടക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതിനെയൊക്കെയാണ് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അറൈസ് ചെയ്തിരിക്കുന്നത്? കറൻറ്റ് പ്ലാൻ, അതായത് നമുക്കിപ്പം കഴിഞ്ഞത് 11th 5-year പ്ലാൻ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രപ്പോസൽസ് ഉണ്ടായിരുന്നോ ആ പ്രപ്പോസൽസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും നടത്തുകയാണ് ഇൻ ദ ഫോം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ആ ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഇത് ഒരു ഡൗട്ടും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കാം. സച്ച് എക്സ്പെൻഡിച്ചർ incurred on financing the central plan relating to different sectors of economy. ഇക്കോണമിയുടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ മെയിനായിട്ട് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. 5-year പ്ലാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ നടത്തുന്നതെങ്കിൽ അത് ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറും കൂടിയാണ്. അതിനെ നമ്മൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഐറ്റംസ് ഓഫ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെയാണ് പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ സെൻട്രൽ പ്ലാൻസും ഉണ്ട്, സെൻട്രൽ അസിസ്റ്റൻസും ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ പ്ലാൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ, എനർജി, ഇൻഡസ്ട്രി, മിനറൽസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവിറോൺമെൻറ്റ്, സോഷ്യൽ സർവീസസ്, ഇതൊക്കെ എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? സെൻട്രൽ പ്ലാൻസിൻ്റെ കീഴിൽ വരുന്നതാണ്. സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ട് ഈ പ്ലാൻസിന് ബൈ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സെൻട്രൽ അസിസ്റ്റൻസ് ഫോർ പ്ലാൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇസ് ഓൾസോ പ്രൊവൈഡഡ് ഇൻ ദ പ്ലാൻ എക്സ്പെൻഡിച്ചർ. സ്റ്റേറ്റ്സിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും പ്ലാൻസിന് അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട് ഈ ഒരു എക്സ്പെൻഡിച്ചർ. ഓക്കെ,
ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇറിഗേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതൊക്കെ സെൻട്രൽ പ്ലാൻസ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, കനാൽസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതും സെൻട്രൽ പ്ലാൻസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിനകത്ത് അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇറിഗേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിനകത്തൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട്. എഗെയിൻ ദർ ഇസ് അസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞു സെൻട്രൽ അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദ പ്ലാൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ പ്ലാനിന് സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസും നൽകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇസ് ഫർദർ സബ്ഡിവൈഡഡ് ഇൻ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിത്ത് എലോങ് ഇറ്റ്സ് കമ്പോണൻസ്. ഓക്കെ, ഇനി ഈ ഒരു പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ഇത് പഠിക്കുന്നുണ്ട് ഫർദർ സ്ലൈഡ്സിൽ. ഓക്കെ, മൂവിങ് ഓൺ. Non-plan expenditure. Non-plan expenditure refers to the estimated expenditure provided in the budget for spending during the year on routine functioning of the government. നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം 5 year പ്ലാൻസിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ അല്ല നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ പ്രൊവൈഡഡ് ഇൻ ദ ബഡ്ജറ്റ്. ഒരു ഇയറിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദ റൊട്ടീൻ ഫംഗ്ഷനിങ് ഓഫ് ഗവൺമെൻറ്. ആ ഒരു ബഡ്ജറ്റിനെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Then non-plan expenditure is all the expenditures other than the plan expenditure of government. ഗവൺമെൻറ് 5 year പ്ലാൻസിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ് അല്ലാതെ ബാക്കി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്താണ് വരുന്നത്. അതായത് ബഡ്ജറ്റിൽ ഇത്ര എമൗണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് നടത്താനായിട്ട് സാധിക്കും, അത് നമ്മുടെ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഒരു വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സച്ച് എക്സ്പെൻഡിച്ചർ ഇസ് എ മസ്റ്റ് ഫോർ എവറി കൺട്രി, പ്ലാനിങ് ഓർ നോ പ്ലാനിങ്. പ്ലാൻഡ് എക്കോണമിയിലാണെങ്കിലും അൺപ്ലാൻഡ് ഇക്കോണമിയിലാണെങ്കിലും ഇങ്ങനെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഒരു മസ്റ്റാണ്. ഫോർ ഇൻസ്റ്റൻസ്, നോ ഗവൺമെൻറ് ക്യാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്സ് ബേസിക് ഫംഗ്ഷൻ ഓഫ് പ്രൊട്ടക്ടിങ് ദ ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ടിങ് ദ കൺട്രി ഫ്രം ഫോറിൻ ഇൻവേഷൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കൺട്രിക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ബേസിക് ഫംഗ്ഷനാണ് ഒരു രാജ്യത്ത് താമസിക്കുന്ന അവിടുത്തെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവിടുത്തെ പ്രോപ്പർട്ടീസ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫോറിൻ ഇൻവേഷൻസിൽ നിന്ന് തടയുക. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഉണ്ട് ആർക്ക്, നമ്മുടെ ഗവൺമെൻറ്റിന്. സോ അതിൽ നിന്ന് ഒരു ഗവൺമെൻറ്റിനും എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് ഗവൺമെൻറ്റിന് കുറച്ച് പൈസ ചിലവുണ്ട്. ഫോർ പോലീസ്, ജുഡീഷ്യറി, മിലിറ്ററി. അപ്പോൾ ഇതിനൊക്കെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ പോലീസിന്, അതേപോലെ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ജുഡീഷ്യറിക്ക്, ഫോറിൻ ഇൻവേഷൻസ് തടയാനാണെങ്കിൽ മിലിറ്ററിക്ക്, അങ്ങനെ പല പല എന്താ പറയുക പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ അതിനൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നുണ്ട്. സിമിലർലി ദ ഗവൺമെൻറ് ഹാസ് ടു ഇൻക്വയർ എക്സ്പെൻഡിച്ചർ ഓൺ നോർമൽ റണ്ണിങ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഓൺ പ്രൊവൈഡിങ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സർവീസസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ സോഷ്യൽ സർവീസസ്, ഇക്കണോമിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. സോ ഇതൊന്നും നമ്മൾ 5 year പ്ലാൻസിൻ്റെ അകത്ത് പറയാത്ത എക്സ്പെൻഡിച്ചേഴ്സാണ്. സോ ആ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഫിക്സ്ഡ് അസറ്റ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എങ്ങനെയാണ്? ഫിക്സ്ഡ് അസറ്റ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ്. വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഫിക്സ്ഡ് അസറ്റ്സ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഫിക്സ്ഡ് അസറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രൊഡക്റ്റീവ് ആകും ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ ഫോർ കോസ്റ്റ് ആൻഡ് ദാറ്റ് ആർ റിലേറ്റഡ് ടു സ്പെസിഫിക് റവന്യൂ ട്രാൻസാക്ഷൻസ്. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണ്? കോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പെസിഫിക് റവന്യൂ ട്രാൻസാക്ഷൻസ്. കുറച്ച് റവന്യൂ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് റവന്യൂ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സച്ച് ആസ് the cost of the goods sold or the repairs and the maintenance expenses. അതായത് ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റാണ്. ഇപ്പോൾ ഒരു ഗുഡ്സ് സോൾഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനം വിൽക്കണമെങ്കിൽ നമുക്കൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിലാണ് വരുന്നത്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിലാണ്. ദാറ്റ്സ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 types ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ ആസ് ഫോളോസ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ബേസിലാണ്. അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ,
ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസസ് നോക്കാം. ടൈമിങ്ങിലും കൺസപ്ഷനിലും സൈസിലും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഡിഫറൻസസ് ഉണ്ട്. സോ ടൈമിങ്ങിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ചാർജ്ഡ് ടു എക്സ്പെൻസസ് ഗ്രാജുവലി വിയ ഡിപ്രിസിയേഷൻ ആൻഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെന്ന്. സോ അത് ഗ്രാജുവലി മാത്രമായിരിക്കും നമുക്ക് ആ എക്സ്പെൻസ് വരുന്നുള്ളൂ. ബിക്കോസ് ഡിപ്രിസിയേഷൻ വരണം, വിയർ ആൻഡ് ടെയർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ ചാർജ്ഡ് ടു എക്സ്പെൻസസ് ഇൻ ദ കറൻറ്റ് പീരീഡ് ഓർ ഷോർട്ട്ലി ദെയർ ആഫ്റ്റർ. നമ്മൾ ഗ്രാജുവലി പേ ചെയ്യുവാണ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റിന് എന്തെങ്കിലും ഒരു വെയർ ആൻഡ് ടെയർ അല്ലെങ്കിൽ ഒരു ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കുറേ കാലം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു എക്സ്പെൻഡിച്ചർ വരുന്നുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ചിലപ്പോൾ കറണ്ട് പീരീഡിൽ തന്നെ അതിന് ചേഞ്ച് വരുത്തിക്കൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ വരുന്നത് കൺസപ്ഷൻ്റെ കേസിലാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് അസ്യൂംഡ് ടു ബി കൺസ്യൂംഡ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ റിലേറ്റഡ് ഫിക്സ്ഡ് അസറ്റ്. The revenue expenditure is assumed to be consumed within a very short period of time. റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് സമയത്ത് മാത്രമാണ്. പക്ഷേ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ഫിക്സ്ഡ് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ആ ഫിക്സ്ഡ് അസറ്റിൻ്റെ യൂസ്ഫുൾ ടൈം എന്തോരമാണോ അത്രയും കാലം നമുക്കത് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സൈസ്. എ മോർ ക്വസ്റ്റ്യനബിൾ ഡിഫറൻസ് ഈസ് ദാറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടെൻഡ് ടു ഇൻവോൾവ് ലാർജർ മോണിറ്ററി എമൗണ്ട്സ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ മൊണറ്ററി എമൗണ്ട്സ് ഉണ്ടായിരിക്കും ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഈസ് ഓൺലി ക്ലാസിഫൈഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇഫ് ഇറ്റ് എക്സീഡ്സ് എ സർട്ടൻ ത്രെഷോൾഡ് വാല്യൂ. അതായത് എക്സ്പെൻഡിച്ചർ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സർട്ടൻ മിനിമം വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്പെൻഡിച്ചർ എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡെസിഗ്നേറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവത്തുള്ളൂ. അതല്ല എങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഹവർ certain quite large expenditures can still be classified as revenue expenditure as long as they are directly associated with the revenue transactions or period cost. അതുപോലെ തന്നെ വലിയ എക്സ്പെൻഡിച്ചേഴ്സ്, ലാർജ് എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് പല സമയങ്ങളും നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ബിക്കോസ് അതിൻ്റെ അകത്ത് റവന്യൂ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പീരിയഡ് കോസ്റ്റാണ് എഫക്റ്റീവ് ആകുന്നത്. സോ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലാർജ് മൊണറ്ററി എമൗണ്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് റാദർ ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് മാത്രമല്ല ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡ് ലിമിറ്റ് കഴിഞ്ഞിട്ട് ഉള്ള എക്സ്പെൻഡിച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിലും താഴെ വന്നിട്ടുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് കണക്കാക്കുന്നത്. ചിലപ്പോൾ ലാർജ് റവന്യൂസൊക്കെ അല്ലെങ്കിൽ ലാർജ് എക്സ്പെൻഡിച്ചേഴ്സൊക്കെ വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചിലപ്പോൾ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിലായിരിക്കും കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റവന്യൂ ട്രാൻസാക്ഷൻസ് ഓർ പീരിയഡ് കോസ്റ്റ്. ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേപോലെ നമ്മൾ പ്ലാൻ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചേഴ്സൊക്കെ കണ്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ക്ലാരിഫൈ ചെയ്യാം ഡൗട്ട്സൊക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. Enjoy learning and God bless.